കാലാവസ്ഥാ രേഖപ്പെടുത്തലും അവലോകനവും നടത്തുന്നതിന് പുറമെ അക്കാര്യം ഹാം റേഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് തൊടുപുഴ സ്വദേശി. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാലും സേവനം മുടക്കമില്ലാതെ ലഭിക്കുമെന്നതാണ് ഹാം റേഡിയോയുടെ പ്രത്യേകത. ഫോട്ടോഗ്രാഫിയും പുസ്തകവായനയുമൊക്കെ പലർക്കും ഹോബിയാണ്. എന്നാൽ തൊടുപുഴയിലെ റിട്ടയർഡ് അധ്യാപകൻ കൂടിയായ പ്രൊഫസർ MT ജോണിന് ഹാം റേഡിയോ ആണ് ഹോബി. ലോകമെമ്പാടുമുള്ള മറ്റ് റേഡിയോ ഓപ്പറേറ്റർമാരുമായി ആശയവിനിമയം നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ലൈസൻസ് നേടി പതിറ്റാണ്ടുകളായി ഹാം റേഡിയോ പ്രവർത്തിപ്പിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചിലരിലൊരാൾ കൂടിയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മുൻ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ MT ജോൺ. 2005 മുതൽ ദിവസേന കാലാവസ്ഥയും രേഖപ്പെടുത്തി തുടങ്ങി. 8 വർഷങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥാ പഠനം കൂടി തുടങ്ങുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രതിദിനമുണ്ടാകുന്ന മഴയുടെയും വെയിലിന്റെയും അളവ് ശേഖരിക്കാനും രേഖപ്പെടുത്താനും സാധിച്ചു. ഓരോ ദിവസവും കിട്ടുന്ന ആ മഴയുടെ അളവ് അത് ഞാനൊരു ഡയറി കുറിച്ച് വയ്ക്കും. ഒരു മാസം ആയി കഴിയുമ്പോൾ ഒരു മന്ത്ലി ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിൽ ഓരോ ഡേറ്റിലും പെയ്ത മഴയുടെ അളവ് കാണിച്ചിരിക്കും. അങ്ങനെ ഓരോ മാസത്തെയും പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ആനുവൽ ചാർട്ട് ഈ ഓരോ മാസത്തെയും 12 മാസത്തെയും മഴയുടെ അളവ് കാണിച്ച് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഞാൻ ആ ഡാറ്റ ഉപയോഗിച്ച് ഇത് മുൻ വർഷങ്ങളിലെ ഈ മഴ കണക്കുമായിട്ട് അത് താരതമ്യപ്പെടുത്തും. അപ്പോൾ മഴ കുറവായിരുന്നോ കൂടുതലായിരുന്നോ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തമായി തയ്യാറാക്കിയ ലളിത സംവിധാനത്തിലൂടെയാണ് ഇദ്ദേഹം മഴവെള്ളം ശേഖരിച്ച് അളന്നു കുറിക്കുന്നത്. സീസൺ അനുസരിച്ച് ഒരു വർഷത്തെ 4ആയി തിരിച്ച് കണക്കുകൾ പ്രത്യേകം ബുക്കുകളിൽ ചാർട്ടായിട്ടാണ് രേഖപ്പെടുത്തുക. ഔദ്യോഗിക കണക്കുമായി യോജിച്ചു പോകുന്നതാണ് തന്റെ റിപ്പോർട്ടുകളെന്ന് പ്രൊഫസർ ജോൺ അവകാശപ്പെടുന്നു. ശേഖരിക്കുന്ന വിവരങ്ങൾ അന്നന്ന് തന്നെ ഹാം റേഡിയോ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കും. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ഹാം റേഡിയോ വഴി സാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.